മക്കളെ, ഇന്ന് നമുക്ക് മേരി ദുനിയ കെ തമാം ബച്ചെ എന്ന കവിത പഠിക്കാം. കവിത എഴുതിയിരിക്കുന്നത് അദ്നാൻ കഫീൽ ദർവേഷ് ആണ്. അപ്പോൾ നമുക്ക് കവിതയിൽ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. കുട്ടികളെക്കുറിച്ചുള്ളൊരു പ്രത്യാശയുടെ കവിതയാണ് മേരി ദുനിയ കെ തമാം ബച്ചെ എന്ന കവിത. കുട്ടികളെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സന്ദേശം നൽകുന്ന, കുട്ടികൾ ഭേദവ്യത്യാസമില്ലാതെ ഒന്നിച്ച് കളിക്കുകയും സ്നേഹിക്കുകയും ലോകം മുഴുവൻ സ്നേഹം നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു സമയത്തെ കുറിച്ചിട്ട് കവി സങ്കല്പിക്കുകയാണ്. ഭയപ്പെടാതെ ജീവിക്കാനും അതുപോലെ തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുള്ള ജീവിതത്തിൻ്റെ ഒരു കാലം വരും എന്ന് കവി ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യാശയുടെ കവിതയാണ് മേരി ദുനിയ കെ തമാം ബച്ചെ എന്ന കവിത. നമുക്ക് നോക്കാം. वो जमा होंगे एक दिन और खेलेंगे एक साथ मिलकर, वो साफ सुथरी दीवारों पर पेंसिल की नोक रगड़ेंगे, वो कुत्तों से बतियाएंगे और बकरियों से और हरे डिड्डों से और चींटियों से भी. നമുക്കതിൻ്റെ മീനിങ് നോക്കാം. ആദ്യം തന്നെ വോ എന്ന് പറഞ്ഞാൽ അവർ, ജമാ ഹോങ്കെ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു ചേരും, ഏക് ദിൻ ഒരു ദിവസം, ഓർ ഗേലേങ്കെ കളിക്കും, ഏക് സാത്ത് ഒന്നിച്ച്, മിൽക്കർ ചേർന്ന്, ഒന്നിച്ച് ചേർന്ന്, വോ അവർ, സാഫ് സുതരി വൃത്തിയുള്ള, ദീവാരോം പർ ചുമരുകളിൽ, പെൻസിൽ കി പെൻസിലിന്റെ നോക്ക് അഗ്രം, രഗടേങ്കെ ഉരയ്ക്കും, വോ അവർ കുത്തോംസെ നായ്ക്കളോട്, ബദിയായെങ്കെ സംസാരിക്കും, ബക്കരിയോംസെ ആടുകളോട്, ഹരേഡിഡോംസെ പച്ചപ്പുൽച്ചാടികളോട്, ചീംട്ടിയോംസെ ഉറുമ്പുകളോട്. അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. ഇനി നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. വോ ജമാ ഹോങ്കെ ഏക് ദിൻ ഓർ ഗേലേങ്കെ ഏക് സാത്ത് മിൽക്കർ. വോ എന്ന് പറഞ്ഞത് ഇവിടെ കുട്ടികളെയാണ് കേട്ടോ. അപ്പൊ കുട്ടികൾ ഒരു ദിവസം ഒന്നിച്ചു കൂടി ഒരുമിച്ച് കളിക്കും. വോ സാഫ് സുതരി ദീവാരോം പർ പെൻസിൽ കി നോക്ക് രഗടേങ്കെ, അവർ വൃത്തിയുള്ള ചുമരുകളിൽ പെൻസിലിന്റെ അഗ്രം ഉപയോഗിച്ച് ഉരയ്ക്കും, അതായത് വരയ്ക്കും. അവിടെ കുട്ടികളുടെ സ്വാതന്ത്ര്യമാണ് പറയുന്നത്. കുട്ടികൾ സ്വാതന്ത്ര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി കളിക്കും. വോ കുത്തോംസെ ബദിയായെങ്കെ ഓർ ബക്കരിയോംസെ, അവർ നായ്ക്കളോട് സംസാരിക്കും, അതുപോലെ തന്നെ ആടുകളോടും. അവർ ആടുകളോടും നായ്ക്കളോടും സംസാരിക്കും. അതുപോലെ തന്നെ അവർ ഹരിയ ഡിഡോംസെ ഓർ ചീംട്ടിയോംസെ ബി, പച്ച പുൽച്ചാടികളോടും ഉറുമ്പുകളോടും നായ്ക്കളോടും ആടുകളോടും ഒക്കെ അവർ എന്ത് ചെയ്യും? സംസാരിക്കും. കുട്ടികളുടെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. वो दौड़ेंगे बेतहाशा हवा और धूप की मुसलसल निगरानी में, और धरती धीरे धीरे और फैलती चली जाएगी उनके पैरों के पास. वो അവർ ദൗഡേങ്കെ, ദൗഡന പറഞ്ഞ ഓടുക, ബേദഹാശ 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 ദൗഡന പറഞ്ഞാൽ ഓടിത്തിമിർക്കുക എന്നുള്ള അർത്ഥമാണ്. ഓടിത്തിമിർക്കുക. ദൗഡേങ്കെ ബേദഹാശ, ബേദഹാശ ദൗഡന പറഞ്ഞാൽ ഓടിത്തിമിർക്കുക. ഹവ ആർ ധൂബിക്കി, ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, ധൂബ് വെയിൽ, സൂര്യപ്രകാശം, കാറ്റിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും, മുസൽസൽ നിഗരാണിമേം, മുസൽസൽ നിഗരാണി എന്ന് പറഞ്ഞാൽ നിരീക്ഷണം, നിഗരാണി നിരീക്ഷണം, മുസൽസൽ എന്ന് പറഞ്ഞാൽ നിരന്തരമായ, മുസൽസൽ നിരന്തരമായ നിരീക്ഷണം. ആർ ധർത്തി ഭൂമി, ധീരെ ധീരെ പതുക്കെ പതുക്കെ, और फैलती चली जाएगी, फैलना പറഞ്ഞാൽ വ്യാപിക്കുക, ഉൻകെ പൈരോं के पास അവരുടെ കാലിനരികിൽ. അപ്പം നമുക്കതിൻ്റെ വിശദമായിട്ടുള്ള അർത്ഥം നോക്കാം. वो दौड़ेंगे बेतहाशा हवा और धूप की मुसलसल निगरानी में, കാറ്റിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും നിരന്തരമായ മേൽനോട്ടത്തിൽ അവർ വന്യമായി ഓടും, ഭൂമി പതുക്കെ അവരുടെ കാൽക്കൽ പരക്കും എന്നാണ് ഇത്രയും ഭാഗത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. വോ ദൗഡേങ്കെ ബേതഹാശ ഹവ और धूप की मुसलसल निगरानी में, और धरती धीरे धीरे और फैलती चली आएंगे उनके पैरों के पास. ഹവ ആർ ധൂബിക്ക് മുസൽസൽ നിഗരാണിയുമേ, കാറ്റിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും നിരന്തരമായ നിരീക്ഷണത്തിൽ അവർ ഓടും. ദൗഡേങ്കെ ബേതഹാശ, അവര് ഓടിത്തിമിർക്കും.
और धरती धीरे धीरे और फैलती चली जाएगी उनके पैरों के पास. ഭൂമി പതുക്കെ പതുക്കെ അവരുടെ കാൽക്കൽ പരക്കും. അതായത് ഭൂമി അവർക്ക് വേണ്ടി ഭൂമി ഒരുങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ സന്തോഷത്തോടെ ഓടിത്തിമർക്കും. ഭേദഭാവമില്ലാതെ വളരെയധികം സന്തോഷത്തോടു കൂടി കുട്ടികൾ ഒന്നിച്ച് സ്നേഹത്തോടു കൂടി കഴിയുന്ന ഒരു കാലം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. देखना वो तुम्हारी टैंगों में बालू भर देंगे एक दिन और तुम्हारी बंदूकों को मिट्टी में गहरा दबा देंगे. वो सड़कों पर गड्ढे खोदेंगे और पानी भर देंगे और पानियों में चपाचप लौटेंगे. वो प्यार करेंगे एक दिन उन सब से जिनसे तुमने उन्हें नफरत करना सिखाया है. നോക്കാം. देखना वो तुम्हारी ടാങ്കോമേ അവർ തുമാരി നിങ്ങളുടെ ടാങ്കോമേ ടാങ്കുകളിൽ ബാലു ബർദേങ്കെ മണൽ നിറയ്ക്കും. ഒരു ദിവസം അവർ നിങ്ങളുടെ ടാങ്കുകളിൽ മണൽ നിറയ്ക്കും. അവർ തുമാരി ബന്ദൂക്കോങ്കോ നിങ്ങളുടെ ബന്ദൂക്കോം തോക്കുകൾ മിട്ടിമേ ഗഹരാ ദബാതെങ്കെ മണ്ണിൽ ആഴത്തിൽ ദബാതെങ്കെ കുഴിച്ചിടും. നിങ്ങളുടെ തോക്കുകൾ അവര് മണ്ണില് ആഴത്തിൽ എന്ത് ചെയ്യും? കുഴിച്ചു മൂടും. വോ സടക്കോം പർ ഗഡ്ഡേ ഗോദേങ്കെ അവർ റോഡുകളിൽ ഗഡ്ഡ പറഞ്ഞ കുഴി, റോഡുകളിൽ കുഴികൾ ഉണ്ടാക്കും. ഗോദന പറഞ്ഞ കുഴിക്കുക, കുഴികൾ കുഴിച്ചു വെക്കും. ആർ പാനി ബർദേങ്കെ എന്നിട്ട് അതിൽ വെള്ളം നിറയ്ക്കും. ഓർ പാനിയോമേ ചപ്പാച്ചപ്പ് ലോട്ടേങ്കെ വെള്ളത്തിൽ എന്ത് ചെയ്യും? വെള്ളത്തിൽ ചപ്പാച്ചപ്പിലോട്ട് പറഞ്ഞാൽ വെള്ളത്തിൽ അടിക്കുമ്പോഴുള്ള ശബ്ദമാണ് ചപ്പാച്ചപ്പ് എന്ന് പറയുന്നത്. പിന്നീട് ലോട്ടേങ്കി എന്ന് പറഞ്ഞാൽ ലോട്ടിനെ പറഞ്ഞാൽ ഉരുളുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വെള്ളത്തിൽ ഉരുളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒന്നിച്ചുള്ള മീനിങ് നോക്കാം. वो तुम्हारी टैंकों में बालू भर देंगे. ദേക്കിന് പറഞ്ഞാൽ സൂക്ഷിക്കുക എന്നുള്ള അർത്ഥം കൂടെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സൂക്ഷിക്കുക. കുട്ടികൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അവർ തുമാരി ടാങ്കോമേ ബാലു ഭർ ദേങ്കെ ഏക് ദിൻ അവർ ഒരു ദിവസം നിങ്ങളുടെ ടാങ്കുകളിൽ മണൽ നിറയ്ക്കും. ടാങ്കുകളിൽ മണൽ നിറയ്ക്കുക എന്ന് പറഞ്ഞാല് അതായത് ഇവിടെ പറയുന്നത് ടാങ്കുകളിൽ മണൽ നിറയ്ക്കുക എന്നതിന് അർത്ഥമാക്കുന്നത് എന്താ പറയുന്നത്? യുദ്ധവും ആയുധങ്ങളൊക്കെ ഉപയോഗശൂന്യമാക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. യുദ്ധമില്ലാത്ത ഒരു ലോകം, ആയുധങ്ങളൊന്നുമില്ല, യുദ്ധമില്ല, ആയുധമില്ല, സമാധാനവും സ്വസ്ഥതയുമുള്ളൊരു ലോകം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുട്ടികൾ അതിലൊക്കെ മണ്ണ് നിറച്ചു വെക്കും. അതിനെ എന്താക്കും? ഉപയോഗശൂന്യമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധവും ആയുധങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ലോകം കുട്ടികൾ സൃഷ്ടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മിട്ടിമേ ഗഹരാ ദബാ ദേങ്കെ തുമാരി ബന്ദൂക്കോമേ മിട്ടിമേ ഗഹരാ ദബാ ദേങ്കെ വോ സടക്കോം പർ ഗഡ്ഡേ ഗോദേങ്കെ. പിന്നെ അവരെന്ത് ചെയ്യും? ബന്ദൂക്ക് പറഞ്ഞാൽ തോക്ക് അവരെന്താ ചെയ്യുന്നത്? മണ്ണില് കുഴിച്ചു മൂടും. തോക്കുകൾ ചെളിയിൽ അവർ ആഴത്തിൽ കുഴിച്ചിടും. അവർ പാനി ബർദേങ്കെ പിന്നീട് അവർ സടക്കോം പർ ഗഡ്ഡേ ഗോദേങ്കെ റോഡുകളിലൊക്കെ അവർ കുഴികൾ ഉണ്ടാക്കും. റോഡുകളിൽ കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിലെന്ത് ചെയ്യും? പാനി ബർദേങ്കെ വെള്ളം നിറച്ചു വെക്കും. ആർ പാനിയോംസേ ചപ്പാച്ചപ്പ് ലേട്ടേങ്കെ എന്നിട്ട് നിങ്ങൾ വെള്ളത്തിൽ തെറിച്ചു വീഴും എന്ന അർത്ഥം എടുക്കുക, അല്ലെങ്കിൽ അവർ വെള്ളത്തിൽ ഉരുളും. वो प्यार करेंगे एक दिन उन सब से जिनसे तुमने उन्हें नफरत करना सिखाया है. നഫറത്ത് പറഞ്ഞ വെറുപ്പ്, നഫറത്ത് കർണാ സിക്കായ ആരെയാണോ നിങ്ങൾ വെറുക്കാൻ വേണ്ടി അവരെ പഠിപ്പിച്ചത് അവരെന്ത് ചെയ്യും? സ്നേഹിക്കും. നീ അവരെ വെറുക്കാൻ പഠിപ്പിച്ചവരെ ഒരു ദിവസം അവർ സ്നേഹിക്കും. वो तुम्हारी दीवारों में छेद कर देंगे एक दिन और आर पार देखने की कोशिश करेंगे. वो सहसा चीखेंगे और कहेंगे देखो उस पार भी मौसम तो हमारे यहाँ जैसा ही है. वो तुम्हारी दीवारों पर അവർ നിങ്ങളുടെ ചുമരുകളിൽ ഛേദ് കർ ദേങ്കെ ഏക് ദിൻ ഒരു ദിവസം അവർ നിങ്ങളുടെ ചുമരുകളിൽ ഛേദ് കർ ദേങ്കെ സുഷിരമുണ്ടാക്കുക എന്നുള്ള അർത്ഥമാണ്. ചുമരുകൾ ഛേദിക്കും.
ഒരു ദിവസം അവർ നിങ്ങളുടെ ചുമരുകളിൽ സുഷിരങ്ങൾ ദ്വാരങ്ങൾ തുറന്നിട്ട് എന്താ ചെയ്യുന്നത്? ആർ പാർ ദേഖനേക്ക് കോശിഷ് കരേങ്കി, ദ്വാരങ്ങളിലൂടെ അവര് പുറം ലോകം കാണാൻ വേണ്ടി ശ്രമിക്കും, പുറത്ത് കടക്കാൻ വേണ്ടി ശ്രമിക്കും. കോശിഷ് കർണ ശ്രമിക്കുക, പുറത്ത് കടക്കാൻ വേണ്ടി ശ്രമിക്കും. വോ സഹസ ചീക്കേങ്കെ, എന്നിട്ട് അവര് ചീക്കന പറഞ്ഞ നിലവിളിക്കുക. സഹസ പെട്ടെന്ന്, എന്നിട്ട് അവർ പെട്ടെന്ന് നിലവിളിക്കും. പുറം ലോകം കണ്ട അവർ പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് പറയും. നിലവിളിക്കുക അല്ലെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുക എന്നർത്ഥം വരുന്നുണ്ട് ചീക്കേങ്കെ അല്ലെ. ഉച്ചത്തിൽ വിളിച്ചു പറയും. എന്താ പറയുന്നത്? അവർ കഹേങ്കെ പറയും, ദേക്കോ നോക്കൂ, ഉസ് പാർ ഭി മൗസം തോ ഹമാരെ യഹാം ജൈസാ ഹി ഹെ, നോക്കൂ മറുവശത്തെ കാലാവസ്ഥയും നമ്മുടേതുപോലെ തന്നെയാണ്. ഇവിടെയുള്ള കാലാവസ്ഥ എന്താണ്? നമ്മുടേതുപോലെ തന്നെയാണ് എന്ന് അവര് പറയും. ഇവിടെ എന്താ കാണിക്കുന്നത്? നോക്കൂ മറുവശത്തെ കാലാവസ്ഥയും ഇവിടത്തേതിന് സമാനമാണ് എന്ന വരി കാണിക്കുന്നത് സാർവത്രിക വികാരം കാണിക്കുന്ന ഒരു വരിയാണ് കേട്ടോ. നോക്കൂ അവിടുത്തെ കാലാവസ്ഥയും ഇവിടത്തെ പോലെ തന്നെയാണ്, അതായത് എല്ലാവരുടെയും ജീവിത രീതി ഒരുപോലെ തന്നെയാണ് എന്നാണ് പറയുന്നത്. വോ ഹവാ ആർ ധൂപ് കോ അപ്പനെ ഗാലോं के गिर्द महसूस करना चाहेंगे और तुम उस दिन उन्हें नहीं रोक पाओगे. वो हवा और धूप में, हवा എന്ന് പറഞ്ഞ കാറ്റ്, ധൂപ് വെയിൽ സൂര്യപ്രകാശം, അപ്പനെ ഗാലോം, ഗാൽ പറഞ്ഞ കവിൾത്തടം, ഗാലോം കെ ഗിർദ് മഹസൂസ് കർണ ചാഹെങ്കെ, മഹസൂസ് അനുഭവിക്കുക, ചാഹന ആഗ്രഹിക്കുക, ചാഹെങ്കെ ആഗ്രഹിക്കും. അപ്പൊ എന്താണ് പറയുന്നത്? वो हवा और धूप में അപ്പനെ ഗലോം കെ ഗിർദ് മഹസൂസ് കർണാ ചാഹെങ്കെ, അവരുടെ കവിളുകൾക്ക് ചുറ്റും കാറ്റും സൂര്യപ്രകാശവും അനുഭവിക്കാൻ അവർ ആഗ്രഹിക്കും. കാറ്റും വെളിച്ചവും തട്ടി പുറം ലോകം കണ്ടു ജീവിക്കാൻ അവർ ആഗ്രഹിക്കും. അർത്തും ഉസ് ദിൻ ഉനേം നഹീം രോക്ക് പാവോങ്കെ, ആ ദിവസം നിങ്ങൾക്ക് അവരെ ഒരിക്കലും തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. അർത്തും ഉസ് ദിൻ ഉനെ നഹീ രോക്ക് പാവേങ്കെ, ആ ദിവസം നിങ്ങൾക്ക് അവരെ തടയാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഉസ് ദിൻ, ആ ദിവസം, ഉന്നേം അവരെ, നഹീ രോക്ക് പാവോങ്കെ തടയാൻ കഴിയുകയില്ല. एक दिन तुम्हारे महफूज घरों से बच्चे बाहर निकल आएंगे और पेड़ों पे घोंसले बनाएंगे. उन्हें गिलहरियों काफी पसंद है, वो उनके साथ ही बड़ा होने चाहेंगे. എന്താ പറയുന്നത്? ഏക് ദിൻ തുമാരെ മഹഫൂസ് ഗരോം സേ ചേദ്കർ, ഒരു ദിവസം അവർ നിങ്ങളുടെ മഹഫൂസ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ, നിങ്ങളുടെ സുരക്ഷിതമായ വീടുകൾ, ഗരോം സേ വീടുകൾ, ബാഹർ നിഗൽ ആയെങ്കിൽ, ഏക് ദിൻ തുമാരെ മഹഫൂസ് ഗരോം സേ ബച്ചേന കുട്ടികൾ, ഒരു ദിവസം കുട്ടികൾ നിങ്ങളുടെ സുരക്ഷിതമായ വീടുകളിൽ നിന്ന് ബാഹർ നിഗൽ ആയെങ്കിൽ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരും. ഒരു ദിവസം നിങ്ങളുടെ കുട്ടികൾ എന്താ ചെയ്യുക? സുരക്ഷിതമായ നിങ്ങളുടെ ആ വീടുകളിൽ നിന്നിട്ട് പുറത്തു വരും. അവർ പേടോം പേ ഗോംസലയെ ബനായെങ്കിൽ, എന്നിട്ട് അവർ പേടോം പേ പറഞ്ഞാൽ പേടോംപർ മരങ്ങളിൽ എന്തുണ്ടാക്കും? ഗോംസലെ ബനായെങ്കിൽ, മരങ്ങളിൽ അവർ വീടുകൾ പണിയും. മരങ്ങളിൽ വീടുകൾ പണിയും എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ സ്വതന്ത്രമായ ജീവിതത്തിനായുള്ള ആഗ്രഹം, പ്രകൃതിയിൽ സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കും. ഉനെ ഗിൽഹരിയാം കാഫി പസന്ത് ഹെ, അവർക്ക് ഗിൽഹരികളെ, അണ്ണാന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. കാഫി പസന്ത് ഹെ, കൂടുതൽ ഇഷ്ടമാണ്. വോ ഉൻകെ സാത്ത് ഹി ബഡാ ഹോനെ ചാഹെങ്കെ, അവരോടൊപ്പം വളരാൻ അവർ ആഗ്രഹിക്കും. അതായത് പ്രകൃതിയുടെ കൂടെ ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ, പ്രകൃതിയോടൊന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കും. तुम देखोगे जब वो हर चीज उलट पुलट देंगे उसे और सुंदर बनाने के लिए. തും ദേഖോഗെ, നിങ്ങൾ കാണും, നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ്? ജബ് വോ ഹർ ചീസ് എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുക്കളും, ഉലട്ട്
പുലട്ട് ദേങ്കെ. ഉലട്ട് എന്ന് പറഞ്ഞാൽ മറിക്കുക, മറിച്ചിടുക. ഉലട്ട് പുലട്ട് എന്ന് പറഞ്ഞാൽ മാറ്റി മറിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഉലട്ട് പുലട്ട് എന്ന് പറഞ്ഞാൽ മാറ്റി മറിക്കും. ഉസേ ഓർ സുന്ദർ ബനാനെ കെ ലിയെ. സുന്ദർ ബനാന സുന്ദരമാക്കാൻ വേണ്ടി. അപ്പോൾ എന്താണ് ഇവിടെ കവി പറയുന്നത്? തും ദേഖോ ജബ് വോ ഹർ ചീസ് ഉലട്ട് പുലട്ട് ദേങ്കെ. നിങ്ങൾ കാണൂ, എന്താണ് അവർ ഈ എന്താണ് പറയുന്നത്, അവർ എല്ലാം കൂടുതൽ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട്, ഭൂമിയിലെ എല്ലാം മനോഹരമാക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കീഴ്മേൽ മറിക്കും എന്നാണ് കവി പറയുന്നത്. അത് കാണാൻ കഴിയും നിങ്ങൾക്ക്. കുട്ടികൾ ഭൂമി കൂടുതൽ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട്, സ്വതന്ത്രത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും അവർ കീഴ്മേൽ മറിക്കും. ഉലട്ട് പുലട്ട് തേങ്കെ. അവർ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി എല്ലാം കീഴ്മേൽ മറിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏക് ദിൻ മേരി ദുനിയാ കെ തമാം ബച്ചെ ചീംട്ടിയോം കീടോം. ഏക് ദിൻ ഒരു ദിവസം, मेरी दुनिया के तमाम बच्चे चींटियों कीड़ों नदियों पहाड़ों समुद्रों और तमाम वनस्पतियों के साथ मिलकर दावा बोलेंगे और तुम्हारी बनाई हर चीज को गिलौना बना देंगे. ഏക് ദിൻ ഒരു ദിവസം, മേരി ദുനിയാക്കെ തമാം ബച്ചെ എൻ്റെ ലോകത്തിലെ മുഴുവൻ കുട്ടികളും, ചീംട്ടിയോം ഉറുമ്പുകൾ, കീടോം കീടങ്ങൾ, നദിയോം നദികൾ, പഹാടോം പർവ്വതങ്ങൾ, സമുദ്രവും സമുദ്രങ്ങൾ, ഓർ തമാം വനസ്പതിയോം കെ മുഴുവൻ വനസ്പതികളും, സാത്ത് മിൽക്കർ എല്ലാത്തിൻ്റെയും കൂടെ ചേർന്നിട്ട്, ദാവാ ബോലെങ്കെ. സാത്ത് മിൽക്കർ ദാവാ ബോലെങ്കെ. ദാവാ ബോലെന്ന് ആക്രമിക്കുക. ദാവാ ബോലെങ്കെ और तुम्हारी बनाई हर चीज को गिलौना बना देंगे. നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ വസ്തുക്കളും അവർ കളിപ്പാട്ടമാക്കി മാറ്റും. അവരുടെ കയ്യിലെ കളിപ്പാട്ടമാകും ഇനി നിങ്ങൾ ഉണ്ടാക്കിയ വസ്തുക്കളെല്ലാം എന്ന് കവി പ്രത്യാശിക്കുകയാണ്. തും ദേഖോഗെ ജബ് വോ ഹർ ചീസ് ഉലട്ട് പുലട്ട് ദേങ്കെ ഉസേ ഓർ സുന്ദർ ബനാനെ കെ ലിയെ. ഭൂമിയെ കൂടുതൽ സുന്ദരമാക്കാൻ വേണ്ടി നിങ്ങളുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും അവർ കീഴ്മേൽ മറിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏക് ദിൻ മേരി ദുനിയാ കെ തമാം ബച്ചെ ചീംട്ടിയോം കീടോം നദിയോം. അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഒരു ദിവസം എൻ്റെ ലോകത്തിലെ എല്ലാ കുട്ടികളും, ഉറുമ്പുകളും, പ്രാണികളും, നദികളും, പർവ്വതങ്ങളും, സമുദ്രങ്ങളും എല്ലാം ചേർന്നിട്ട്, എല്ലാ സസ്യങ്ങളും ചേർന്നിട്ട് ആക്രമിച്ച് നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം അവർ കളിപ്പാട്ടങ്ങളാക്കി മാറ്റും. തുമാരി ബനായി ഹർ ചീസ്കോ. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗിലൗന ബനാതെങ്കിൽ അവർ കളിപ്പാട്ടങ്ങളാക്കി, അവരുടെ കയ്യിലെ കളിപ്പാട്ടങ്ങളാക്കി മാറ്റും. ഓക്കെ, എത്രയാണ് നമ്മുടെ ഈ കവിത വരുന്നത്? കുട്ടികളെക്കുറിച്ചുള്ള ഒരു പ്രത്യാശയുടെ സന്ദേശം നൽകുന്ന കവിതയാണ് കവിയുടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഭയപ്പെടാതെ ജീവിക്കുകയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള ഒരു കാലം കവി ആഗ്രഹിക്കുകയാണ് ഈ കവിതയിലൂടെ. അപ്പം നമ്മുടെ കവിത ഇവിടെ അവസാനിച്ചു. മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്ന കവിത. ഇതിൻ്റെ ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.